തൊടുപുഴയിൽ പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിനെ 13 വർഷത്തിനു ശേഷം പിടികൂടിയതുകൊണ്ട് തീരുന്നില്ല എൻ.ഐ.യുടെ അന്വേഷണം. സവാദിന് സംരക്ഷണം നൽകിയവരെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്. ഒളിവിൽ കഴിയാൻ സവാദിനെ സഹായിച്ചത് പോപ്പുലർ ഫ്രണ്ട് (SDPI) നേതാക്കളും പ്രവർത്തകരുമാണെന്ന വിവരം പുറത്തുവന്നിരുന്നു. ഇതോടെ പലരും കണ്ണൂർ ജില്ലയിൽ നിന്ന് മുങ്ങി. സവാദിന്റെ ഫോണിൽ നിന്നും ലഭിച്ച തെളിവുകളിൽ നിന്നുമാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇവരിലേക്ക് എത്തിയത്. 13 വർഷം ഒളിവിലിരിക്കാൻ സവാദിനെ സഹായിച്ചത് ആരൊക്കെയാണെന്നും സവാദ് എവിടെയൊക്കെയാണ് കഴിഞ്ഞതെന്നുമൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനാണ് എൻ.ഐ.യുടെ നീക്കം. വിദേശത്തായിരുന്നുവെന്ന് പറയപ്പെടുന്ന സവാദ് എപ്പോഴാണ് കേരളത്തിലെത്തിയതെന്ന കാര്യത്തിന് വ്യക്തത വരേണ്ടതുണ്ട്. ദേശീയാന്വേഷണ ഏജൻസിയും മട്ടന്നൂർ പോലീസും അന്വേഷണം ആരംഭിച്ചതോടെയാണ് SDPI പ്രമുഖരിൽ പലരും മട്ടന്നൂരിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രായ്ക്കുരാമാനം മുങ്ങിയത്. മട്ടന്നൂർ, ഇരിട്ടി പ്രദേശങ്ങളിൽ സവാദിനെ ഒളിവിൽ പാർപ്പിച്ചത് ഇവരാണെന്ന് NIAക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു. മട്ടന്നൂർ ബേരത്തെത്തുന്നതിന് മുൻപ് ഇയാൾ 2 വർഷം താമസിച്ചത് ഇരിട്ടി വിളക്കോട് ചാക്കാട്ടിലെ SDPI കേന്ദ്രമായ പൂഴിമുക്കിലാണ്. ഇവിടെ താമസിച്ചത് വേലക്കോത്തെ ആമിനയുടെ പേരിലുള്ള വീട്ടിലാണ്. ആമിനയുടെ മകനും SDPI പ്രവർത്തകനുമായ VK സവാദാണ് വീട് നോക്കി നടത്തുന്നത്. സവാദിന്റെ അനിയനും SDPI പ്രവർത്തകനുമായ ഉനൈസ് CPM ബ്രാഞ്ച് സെക്രട്ടറി നാരോത്ത് ദിലീപൻ വധക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. RSS പ്രവർത്തകനായ ശ്യാമപ്രസാദ് വധക്കേസിലെ പ്രതി ചെമ്പോത്ത് ഷഫീറിന്റെ ഉൾപ്പെടെ അറിവോടെയാണ് സവാദ് ഇവിടെ താമസിച്ചതെന്നും വിവരമുണ്ട്. ഷഫീറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലും സവാദ് സജീവമായി പങ്കെടുത്തിരുന്നു. SDPI ബ്രാഞ്ച് സെക്രട്ടറി ഈരടത്ത് മിഥിലാജുമായി ഇയാൾ ബന്ധം പുലർത്തിയിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സവാദിന്റെ ഭാര്യ ഖദീജ ഗർഭിണിയാണെന്നറിഞ്ഞ് കുത്തിവയ്പ്പുകൾക്ക് നിർദ്ദേശം നൽകാനെത്തിയ ആശാവർക്കർക്ക് ഇവർ വിവരം നൽകാൻ തയ്യാറായിരുന്നില്ല. ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടെന്നും കാസർകോട്ടാണ് വീടെന്ന് പറഞ്ഞാണ് ഒഴിഞ്ഞു മാറിയത്. ഇവർ പ്രസവിക്കുന്നതിന് മുൻപേ ബേരത്ത് മാറിയിരുന്നു. അവിടെയും സൗകര്യമൊരുക്കിയത് SDPI പ്രവർത്തകരാണ്. ജോലി നൽകിയ റിയാസും വാടക വീടൊരുക്കിയ ജുനൈദും SDPI പ്രവർത്തകരാണ്. വാടക കരാർ ഭാര്യയുടെ പേരിലാക്കിയതും സവാദ് താൻ കുടുങ്ങാതിരിക്കാനാണ്. ഇയാളുടെ ഭാര്യ വീട്ടുകാർക്കും SDPIയുമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. കൈവെട്ടുകേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും സവാദുമായുള്ള വിവാഹത്തിന് ഇവർ മുൻകൈയെടുക്കുകയായിരുന്നുവെന്ന് വിവരമുണ്ട്. മട്ടന്നൂർ നഗരസഭ ഭരിക്കുന്നത് CPM ആണെങ്കിലും ഇവിടെ പാർട്ടി ഗ്രാമങ്ങൾ ഏറെയുണ്ടെങ്കിലും SDPIക്ക് സ്വാധീനമുള്ള ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. മട്ടന്നൂർ ടൗണിലും മറ്റിടങ്ങളിലും SDPIക്ക് സാന്നിധ്യവും സംഘടിത ശക്തിയുമുണ്ട്. ഷാജഹാൻ എന്ന പേരാണ് വിവാഹത്തിന് പള്ളിയിലും നൽകിയത്. കാസർഗോഡ് കുഞ്ചത്തൂർ പള്ളിയിൽ 2016 വിവാഹം. ഉള്ളാൾ ദർഗയിൽ വച്ചായിരുന്നു പെൺകുട്ടിയുടെ പിതാവ് സവാദിനെ കണ്ടുമുട്ടിയത്. ആദ്യ കാഴ്ചയിൽ തന്നെ നല്ല പയ്യനാണെന്ന് തോന്നിയെന്നും അതിനാൽ വിവാഹം കഴിച്ച് നൽകിയെന്നുമാണ് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞത്.